إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. ഏറെ ആദരണീയരായ ബഹുമാന്യരായ വിശ്വാസിനികൾ, അല്ലാഹുവിനെ ജീവിതത്തിലുടനീളം ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും അവൻ്റെ കൽപ്പനകളെ വിരോധനങ്ങളെ പാലിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണം, ശ്രമിക്കണം, പരിശ്രമിക്കണം, കഠിനാധ്വാനം ചെയ്യണം. അതിൻ്റെ തൗഫീഖിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവും. മനുഷ്യ സമൂഹം, പ്രത്യേകിച്ച് വിശ്വാസി സമൂഹം, വളരെ സ്നേഹത്തിലും ഐക്യത്തിലും സമാധാനത്തിലും കഴിഞ്ഞുകൂടേണ്ടവരാണ്. മനസ്സുകൾ അകലരുത്. നമ്മുടെ സംസാരങ്ങൾ, ചെയ്തികൾ, അത് കുടുംബത്തിനകത്തും പുറത്തും സമൂഹത്തിനകത്തുമൊക്കെ ഒരു ധ്രുവീകരണത്തിന്, പരസ്പരം അകലാനുള്ള കാരണമായി വർത്തിക്കുവാൻ പാടുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹുജറാത്തിന്റെ 12-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. വലിയ സാമൂഹികമായ ദുരന്തം ഉണ്ടാകുവാൻ കാരണമായി തീരുന്ന, സ്വന്തം നാവിലൂടെ വന്ന് ഭവിക്കുന്ന 3 തിന്മകളെയാണ് ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്. കേവലം സാമൂഹികമായ പ്രശ്നങ്ങൾ മാത്രമല്ല, ദുനിയാവിലും ആഖിറത്തിലും തന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവയുടെ സ്വീകാര്യതയെ വരെ ബാധിക്കുവാൻ കാരണമായി തീരുന്ന, സംസാരത്തിലൂടെ വന്നു ഭവിക്കുന്ന 3 കൊടിയ പാപങ്ങൾ, തിന്മകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള ആളുകളെ. അഭിസംബോധന തോന്നിവാസികളായി തന്നിഷ്ടപ്രകാരം ആഖിറത്തിലൊന്നും വിശ്വാസമില്ലാതെ ശിർക്കും കുഫറുമായി കഴിഞ്ഞുകൂടുന്ന ആളുകളോടല്ല. ഈ തിന്മകൾ സംഭവിച്ചു പോവുക എല്ലാവരിലും സംഭവിക്കും, വിശ്വാസികളിലും സംഭവിക്കും. വിശ്വാസികൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഇതൊരു ദുരന്തമായി മാറരുത്. അതുകൊണ്ട് തന്നെ വിശ്വാസി സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രത്യേകമായി അല്ലാഹു പറയുന്നത്, ഇജ്തനിബൂ കസീറൻ മിനൽ ളന്ന്, നിങ്ങൾ ലന്നിൽ നിന്ന് മിക്കതിനെയും നിങ്ങൾ വെടിയണം, വർജിക്കണം, നിങ്ങൾ അകന്നു നിൽക്കണം, വിട്ടൊഴിയണമെന്ന്. ലന്ന് ഊഹമാണ്. ഒരു വിഷയത്തിന്റെ കൃത്യമായ നിജസ്ഥിതി അറിയാതെ ഊഹിച്ചുകൊണ്ട് സംസാരിക്കുക. അങ്ങനെ ആയിരിക്കാം, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം,
അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. നമ്മെ ബാധിക്കാത്ത മറ്റൊരു വിഷയത്തിൽ, മറ്റൊരു വ്യക്തിയുടെ വിഷയത്തിൽ, മറ്റൊരു കുടുംബത്തിന്റെ വിഷയത്തിൽ, മറ്റൊരു സമൂഹത്തിന്റെ സംഘടനാ സംവിധാനത്തിന്റെ വിഷയത്തിൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഊഹിച്ചുകൊണ്ട് സംസാരിക്കുക. അള്ളാഹ് പറയുന്നു, ൽപ്പെട്ട ചിലത് ഇസ്മുൻ, അത് പാപമാകുന്നു എന്ന്. നാം ഊഹിച്ചുകൊണ്ട് സംസാരിക്കുന്ന സംസാരം അതിൽ ഏതെങ്കിലും ഒന്ന് ശരിയല്ലാത്തതായി മാറിയാൽ അതൊരു കളവ് പറയലായി മാറും. ആ കളവ് മറ്റൊരുത്തനോടാ പറയുന്നത്, അവനത് കേൾക്കുന്നു, അവനത് പ്രചരിപ്പിക്കുന്നു. ഒരുത്തന്റെ അഭിമാനത്തിന്, വിഷയത്തിന്റെ മർമ്മം അവിടെയാണ്. ഒരാളുടെ വ്യക്തിത്വത്തിന്, പരിപൂർണമായി സംരക്ഷിക്കപ്പെടേണ്ട അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന പ്രവർത്തനമായി ഊഹിച്ചുകൊണ്ടുള്ള സംസാരമായി തീരും. അതുകൊണ്ട് ഊഹിച്ച് സംസാരിക്കേണ്ടതില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ജതനിബു കസീറൻ മിനൽ വന്നി ഇന്ന ബഅദൽ വന്നി ഇസ്മുൻ. രണ്ടാമതായി കൊണ്ട് അള്ളാഹു പറയുന്നത്, വലാ തജസ്സസൂ, നിങ്ങൾ ജാസൂസിന്റെ പണി എടുക്കരുത് എന്ന്. ജാസൂസ് അവൻ ചാരവൃത്തി നടത്തുന്നവനാണ്. അവൻ മറ്റൊരുത്തന്റെ രഹസ്യം തേടിപ്പോകുന്നവനാണ്. ഒരാളുടെ പോരായ്മകൾ, ഐബുകൾ, മോശത്തരങ്ങൾ എല്ലാ വ്യക്തികളിലും, ഞാൻ ഉൾപ്പെടെ നമ്മിൽ എല്ലാവരിലും നമുക്കൊരു മറയുണ്ട്. ആ മറ അള്ളാഹ് മറച്ചതാണ്. അതുകൊണ്ടപ്പം ഇങ്ങനെ ജീവിച്ചു പോണത്. അതൊക്കെ ഇങ്ങോട്ട് വെളിവാകുന്ന ഒരു ദിവസമുണ്ട്. യൗമ തുബ്ല സറായിർ എന്ന് അള്ളാഹ് പറഞ്ഞത്. മറച്ചതൊക്കെ പുറത്തേക്ക് ചാടും. ഈ മറ ദുനിയാവിൽ അള്ളാഹ് മറച്ചിട്ടതാ. അത് ഉള്ളിലേക്ക് രഹസ്യങ്ങൾ തേടിപ്പോയി ചുഴിഞ്ഞന്വേഷിച്ച് എന്നിട്ട് പുറത്തേക്ക് കൊണ്ടുവരിക. ഈ പണിക്കാണ് ജാസൂസിന്റെ പണിയത്. ഇത് എടുക്കാൻ അനുവാദം കൊടുത്ത യുദ്ധത്തിന്റെ സന്ദർഭത്തിലാണ്. അപ്പുറത്തുള്ള സൈന്യത്തിന്റെ പോരായ്മകൾ, വീക്ക്നെസ്സുകൾ, അവരുടെ തന്ത്രങ്ങൾ ഏതാന്ന് അന്വേഷിക്കാം. അതല്ലാത്ത സമയത്ത് ഒരു വ്യക്തിയും മറ്റൊരുത്തന്റെ രഹസ്യത്തിന്റെ പണി തേടി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുവാൻ പാടുള്ളതല്ല. വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ. നിങ്ങൾ ചിലർ ചിലരെ ദുഷിച്ചു പറയാൻ പാടില്ല. അതിനാണ് ഗീബത്ത് എന്ന് പറയാ. പരദൂഷണം, പരന്റെ ദൂഷണം, മറ്റൊരുത്തനെ ദൂഷണം പറയാം. ഒരാൾക്ക് പോരായ്മകളുണ്ട്, അത് വേറൊരുത്തനോട് പോയി പറയാം. രണ്ടാളുകൾ സംസാരിക്കുക, സംസാര വിഷയം മൂന്നാമത്തവന്റെ വ്യക്തി ജീവിതത്തിലെ, കുടുംബ ജീവിതത്തിലെ, സാമ്പത്തിക ജീവിതത്തിലെ ഐബുകൾ, മോശത്തരങ്ങൾ, പോരായ്മകൾ, വീക്ക്നെസ്സുകൾ രണ്ടാൾ കൂടി സംസാരിക്കുക. എന്നിട്ട് അള്ളാഹുവിന്റെ ചോദ്യം, അയുഹിബ്ബു അഹദുക്കും, നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളിൽ ആരാണ് ഇഷ്ടപ്പെടുന്നവൻ? തന്റെ സഹോദരന്റെ മാംസം തിന്നുന്നത് ആർക്കാണ് ഇഷ്ടം? മൈതൻ, അവൻ മയ്യിത്തായിരിക്കെ. ബ്രദർ, ജ്യേഷ്ഠാനുജ സഹോദരൻ മരിച്ചു കിടക്കുക. ആ മരിച്ചു കിടക്കുന്ന മയ്യത്തിൽ നിന്ന് ആരാണ് ഒരു മാംസഭാഗമെടുത്ത് തിന്നാൻ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്? ആർക്കും ഇഷ്ടമല്ലല്ലോ. അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫകരിഹ്തുമൂഹു, നിങ്ങൾ അതിനെ വെറുക്കുന്നു എന്ന്. ആ വെറുപ്പ് പോലെയുള്ള വെറുപ്പായിരിക്കണം തന്റെ സഹോദരനെ കുറിച്ച് അവന്റെ അസാന്നിധ്യത്തിലുള്ള ദുഷിച്ചുകൊണ്ടുള്ള സംസാരം എന്ന്. എന്നിട്ട് അള്ളാഹ് പറയുന്നു, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. ഈ പറയപ്പെട്ട മൂന്ന് വിഷയങ്ങളിൽ ഊഹിച്ചുകൊണ്ട് സംസാരിക്കലും, രഹസ്യാന്വേഷണം, പോരായ്മകൾ ചുഴിഞ്ഞന്വേഷിക്കലും, മറ്റൊരുത്തന്റെ പോരായ്മകളെ പുറത്തു വന്ന് മൂന്നാമതൊരാളോട് പറയുക എന്ന ഈ പണികൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യരുത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ തവ്വാബുർ റഹീം. ഈ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടോ? നിങ്ങൾ നന്നായി തൗബ ചെയ്യുക. തീർച്ചയായും അല്ലാഹു തവ്വാബാകുന്നു, അവൻ കാരുണ്യവാനാകുന്നു എന്നുള്ളതാണ്. സമൂഹത്തിൽ അഭിമാന സംരക്ഷണം എന്ന് പറയുന്നത് വിശ്വാസിയുടെ മേൽ ബാധ്യതയാക്കപ്പെട്ട ഒരു കാര്യമാണ്. ആ അഭിമാന സംരക്ഷണത്തിന്റെ പരസ്പരം കാത്തു സൂക്ഷിക്കേണ്ട വിശ്വാസ്യതക്ക് ഭംഗം നേരിടുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്ത് ഇല്ലാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഗീബത്തിന്റെ വിഷയം പ്രവാചകൻ നിരവധി ഹദീസുകളിലൂടെ പല തലങ്ങളിൽ അതിനെ വിശദീകരിച്ചു പഠിപ്പിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ മേഖല കൈകാര്യം ചെയ്തിട്ടുള്ളത്. സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, ഖീല യാ റസൂലല്ലാഹ് മൽ ഗീബ, റസൂലേ എന്താണ് ഗീബത്ത്?
പരദൂഷണം എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തന്റെ ദൂഷണം പറയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ള മറുപടി പറഞ്ഞു, നിന്റെ സുഹൃത്തിനെ, സഹോദരനെ നീ സ്മരിക്കലാണ്, ഓർത്തുകൊണ്ട് അവനെ കുറിച്ച് സംസാരിക്കലാണ്. അവൻ വെറുക്കുന്ന ഒന്ന്. ആരെക്കുറിച്ചാണോ പറയുന്നത്, അവൻ അവന്റെ ജീവിതത്തിൽ വെറുക്കുന്ന മോശമായ ഒരു കാര്യം അവനിൽ ഉണ്ടായിരിക്കെ അത് ഓർത്തെടുത്തുകൊണ്ടുള്ള സംസാരത്തെയാണ് ഗൈബത്ത് എന്ന് പറയുന്നത്. ആ സമയത്ത് പ്രവാചകനോട് തിരിച്ചു ചോദിച്ചു, ആ പറയുന്ന കാര്യം ആ സുഹൃത്തിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അങ്ങനെ പറയുന്നതാണോ ഗൈബത്ത്? റസൂലുള്ളാഹി പറഞ്ഞു, ഇൻകാന ഫീഹി മാ തഖൂലു ഫഖദ് അഅതബതു, അവനിൽ ഉള്ള കാര്യമാണ് നീ പറയുന്നതെങ്കിൽ അതാണ് ഗൈബത്ത്. വഇൻ ലം യകുൻ ഫീഹി, അവനിൽ ഇല്ലാത്ത ഒരു കാര്യം, ഒരു വ്യക്തിയിൽ ഒരു പോരായ്മ ഇല്ല, പക്ഷെ ഉണ്ട് എന്ന് പുറത്തുപോയി പറയാം, മാ യഖൂലു ഫഖദ് ബഹത്തുഹു, അതിന് കളവ് പറയാന്നാണ്. ഒരു വ്യക്തിയിൽ ഇല്ലാത്തത് പറയൽ കളവാണ്, ഉള്ളത് പറയലാണ് ഗൈബത്ത്. ആ ഉള്ളത് അവൻ വെറുക്കുന്നതായിരിക്കാൻ പാടുള്ളതല്ല. ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ രണ്ടാള് കൂടിയ മൂന്നാമനെ കുറിച്ച് എപ്പോഴാ നല്ലത് പറയൽ? തന്നെ ആള് ഒരു നല്ല ഓത്തേരനാണ്, പരമാവധി സമയമൊക്കെ പള്ളിയിൽ പോയിരുന്നു ഖുർആൻ ഓതാനും ദിക്റിനും നന്നായി സ്വതക്ക ചെയ്യും, അയൽവാസികളോടൊക്കെ നല്ല പെരുമാറ്റം. ഇങ്ങനെ നല്ലത് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അത് പറയണം, നല്ലത് പറയണം, പുകഴ്ത്തണം, പ്രകീർത്തിക്കണം, ആശംസകൾ അർപ്പിക്കണം, നന്മ ചെയ്യുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കണം. ഇത് നടക്കാറില്ല. മറിച്ച് ഏതൊരു വ്യക്തിയിലും എന്ത് പോരായ്മണ്ടോ അത് പറയാൻ എല്ലാവരും ഉണ്ട്. ഈ ഒരവസ്ഥ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എത്രത്തോളം എന്നറിയാമോ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഹദീസ്, റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതുഫു ബിൽ കഅബ, റസൂലുള്ള കഅബാലയത്തെ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഞാൻ പ്രവാചകനെ കാണുകയുണ്ടായി. വയഖൂൽ, ആ സമയത്ത് പ്രവാചകൻ പറയുകയാണ്, മാ അത്യബക് വഅത്യബഹകി, അല്ലയോ കഅബാലയമേ, ഓ കഅബ മന്ദിരമേ, നീ എത്രമാത്രം പരിശുദ്ധമാണ്, നിന്റെ പരിമളം എത്രമാത്രം ശുദ്ധമാണ്. മാ അഅളമകി വഅഅളമ ഹുർമതി, എത്രമാത്രം മഹോന്നതമാണ് നിന്റെ പവിത്രത, നിന്റെ ഹുർമത്ത്, നിന്റെ അഭിമാനം. കഅബാലയമേ, നിന്റെ അഭിമാനം എത്രമാത്രം പവിത്രമാണ്. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദിന്റെ റൂഹ് ആരുടെ കൈവശമാണോ ഉള്ളത് ആ ഉള്ള അല്ലാഹുവ തന്നെയാണ് സത്യം. ലഹുർമത്തുൽ മുഅ്മിനി അഅളമു ഇൻദല്ലാഹി ഹുർമതൻ മിൻകി മാലുഹു വദമുഹു, നിനക്കുള്ളൊരു അഭിമാനം ഉണ്ട് അല്ലെ? കഅബാലയത്തിനൊരു അഭിമാനം, അതിനൊരു പവിത്രത ഉണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ അഭിമാനമുള്ളതാണ്. ഭൂമിക്ക് മുകളിൽ മനുഷ്യന് തവാഫ് ചെയ്യാൻ അനുവാദം നൽകപ്പെട്ട ഒരേ ഒരു മന്ദിരം, ഒരേ ഒരു കെട്ടിടം. ഏതൊരു വിശ്വാസിയും തന്റെ മനസ്സുകൊണ്ട് ആ കഅബാലയത്തെ ഒന്ന് കൺകുളിർക്കെ കാണാനും അവിടെ ഒന്ന് സന്ദർശിക്കാനും തവാഫ് ചെയ്യാനും ആഗ്രഹിക്കുന്ന അഭിമാനപൂരിതമായ മതത്തിന്റെ ശരീഅത്തിന്റെ ചിഹ്നമായ ശആഇറുല്ലാഹ്, അല്ലാഹുവിന്റെ അടയാളങ്ങളിൽപ്പെട്ട കഅബാലയം, ആ കഅബാലയത്തോടാണ് റസൂലുള്ളാഹി പറയുന്നത്, ലഹുർമത്തുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ പവിത്രത, അഭിമാനം എന്ന് പറയുന്നത് അഅളമു ഇൻദല്ലാഹി ഹുർമതൻ മിൻകി മാലുഹു വദമുഹു, ഒരു മുഅ്മിനിന്റെ അഭിമാനത്തിനാണ് നിന്റെ ഈ കെട്ടിടത്തേക്കാൾ അഭിമാനമുള്ളത്. ഈ കെട്ടിടം സംരക്ഷിക്കുന്നതിനേക്കാൾ സംരക്ഷണം നൽകേണ്ടത് മുഅ്മിനിന്റെ അഭിമാനമാണ്, അവന്റെ സമ്പത്തിനെയാണ്, അവന്റെ രക്തത്തെയാണ്. അതിന്റെ താഴെയാണ് കഅബാലയത്തിന്റെ പവിത്രത. കഅബാലയത്തിന്റെ പവിത്രതക്ക് മോശം ഉണ്ടായതല്ല, മറിച്ച് മുഅ്മിനിന്റെ രക്തത്തിനും അഭിമാനത്തിനും മതം നൽകുന്ന സ്ഥാനത്തെയാണ് ആ ഹദീസ് കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന വിധമുള്ള സംസാരങ്ങൾ ഒരു സത്യവിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ നാവ് തീരുമാനിക്കും നമ്മൾ സ്വർഗത്തിൽ പോണോ നമ്മൾ നരകത്തിൽ പോണോ. നമ്മുടെ നാവിന്റെ പ്രവർത്തനങ്ങൾ അത് നമ്മെ സ്വർഗാവകാശിയും നമ്മെ നരകാവകാശിയും ആക്കി മാറ്റുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മിൽ ഉണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസ്, അൻ ഹുദൈഫ അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല നമ്മാമുൻ, ഏഷണിക്കാരൻ, ഗീബത്ത് പറഞ്ഞു നടക്കുന്നവൻ, ഇവിടുന്ന് അങ്ങോട്ട് കൊളുത്ത അവിടുന്ന് ഇങ്ങോട്ട് കൊളുത്ത,
ഈ പണിയെടുത്ത് ഫിത്നയുമായി നടക്കുന്ന ആളുകൾ അവന് സ്വർഗം ലഭിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഒരിക്കലും യാത്ര പോവാ, റസൂലുള്ള ഉണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടെ. അറബികൾ സാധാരണ യാത്ര ചെയ്യുന്ന സമയത്ത് ഖിദ്മത്തിന്, സർവീസിന്, സേവനത്തിന് വേണ്ടി ആരെങ്കിലും ഒക്കെ കൂടെ കൊണ്ടിടും. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ, കിടന്നുറങ്ങുമ്പോ ആയുധത്തിനും സാധനത്തിനൊക്കെ കാവല് നിൽക്കാൻ വേണ്ടി. അങ്ങനെ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ഒരു യാത്രാവേളയിൽ അബൂബക്കറും ഉമർ റളിയല്ലാഹു കൂടി ഒരാളെ ചുമതലപ്പെടുത്തിയിരുന്നു. കിടന്നുറങ്ങിയാൽ വിളിച്ചുണർത്തണം, ഭക്ഷണമൊക്കെ സമയത്ത് റെഡിയാക്കണം. ഇങ്ങനെ ഉമർ റളിയല്ലാഹു ആദ്യം ഉണർന്നു, പിന്നെ അബൂബക്കർ റളിയല്ലാഹു ഉണർത്തി. നോക്കുമ്പോ ഏൽപ്പിച്ച ആള് കിടന്നുറങ്ങാം, നല്ല ഉറക്കത്തിലാണ്. ഇവരെ വിളിച്ചുണർത്തിയുമില്ല, അവർക്കുള്ള ഫുഡൊന്നും റെഡിയാക്കുകയും ചെയ്തില്ല. ഈ സമയത്ത് അവർ രണ്ടുപേരും പറഞ്ഞു, ഇന്ന ഹാദാ ലനഊമൻ, മൂപ്പരോട് ഭയങ്കര ഉറക്കക്കാരനാണ്. നമ്മൾ പറയല്ലേ കുംഭകർണന്റെ ഉറക്കം എന്നൊക്കെ മലയാളത്തിലെ ചില പ്രയോഗങ്ങളാണ്, പലതരത്തിലുള്ള നാട്ടുംപുറങ്ങളിലെ പല പ്രയോഗ രീതികൾ. ഒരു വലിയ ഉറക്കക്കാരനാണ് മൂപ്പര് എന്ന അർത്ഥത്തിൽ ഇവർ രണ്ടുപേരും സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചുണർത്തി. ഉമർ റളിയല്ലാഹു അബൂബക്കർ റളിയല്ലാഹു അൻഹും കൂടി അങ്ങേരോട്, ആ മനുഷ്യനോട് പറഞ്ഞു, ഇഅ്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽ ലഹു ഇന്ന അബൂബക്കർ വ ഉമർ യുക്രിആനിക സലാം വഹുമാ യസ്തഇദിമാനിക. റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നിട്ട് അബൂബക്കർ ഉമർ നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. റസൂലുള്ളാഹിന്റെ അടുത്ത് ഭക്ഷണത്തിന് വല്ല കൂട്ടാനുണ്ടെങ്കിൽ അത് ഒന്ന് വാങ്ങി വരണം എന്നാണ്. ഒന്ന് പാര വെച്ച് സംസാരിച്ചതാ, ഭക്ഷണം ഒന്നും ഇവിടെ റെഡിയാക്കിയില്ല എന്നതിനുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുത്തതാണ്. ഈ സാധു നേരെ റസൂലുള്ളാഹിന്റെ അടുക്ക് പോയി. ഈ വിവരങ്ങളൊക്കെ കൂടി പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് വല്ല ഭക്ഷണത്തിക്ക് വല്ല കൂട്ടാനുണ്ടോ എന്ന് ചോദിച്ച് അവരാവശ്യപ്പെടുന്നു. അവര് കൂട്ടാൻ കൂട്ടിയിട്ടുണ്ട് എന്ന് അവരോട് പറഞ്ഞേക്കുക എന്ന് റസൂലുള്ളാഹി തിരിച്ചു മറുപടി കൊടുത്തു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടാളും കൂട്ടാൻ കൂട്ടിയിട്ടുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അവർ രണ്ടുപേരും പരിഭ്രമിച്ചു പോയി, ഉറങ്ങാൻ തന്നെ വൈകി, ഭക്ഷണവും കിട്ടിയിട്ടില്ല. എന്നിട്ടാണ് റസൂലുള്ള പറയുന്നത്, നിങ്ങൾ തിന്നലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കൂട്ടാനൊക്കെ കൂട്ടൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന്. അവർ രണ്ടുപേരും പ്രവാചകന്റെ അടുക്കലേക്ക് പോയി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഭക്ഷണത്തിനൊരു ചേരുവക്ക് വേണ്ടി താങ്കളുടെ അടുക്കലേക്ക് ഒരാളെ പറഞ്ഞു വെച്ചിരുന്നു. താങ്കൾ ആ വ്യക്തിയോട് പറഞ്ഞു, ഞങ്ങൾ കൂട്ടാൻ കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. ഞങ്ങൾ എന്താ കഴിച്ചത് റസൂലെ? ആ റസൂൽ പറഞ്ഞ മറുപടി, നിങ്ങൾ രണ്ടുപേരും കഴിച്ചത് നിങ്ങളുടെ സഹോദരന്റെ മാംസമാകുന്നു. ഒരു ഉറക്കക്കാരനാണ് എന്ന് പറഞ്ഞ വാചകത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ മാംസം കഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പല്ലുകളുടെ ഇടയിൽ ആ സഹോദരന്റെ മാംസം ഞാൻ കാണുന്നുണ്ട്. ഇത് കേട്ടപ്പോ അവര് ഞെട്ടിപ്പോയി. അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഫസ്തഗ്ഫിർ ലനാ, റസൂലേ ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ ഇസ്തിഗ്ഫാർ നടത്തണം. അവർ അപ്പോൾ ചെയ്ത ആ പാപം വലിയൊരു തിന്മയാണ്. ഇസ്ലാമിലെ പ്രവാചകന് ശേഷമുള്ള ഒന്നാം സ്ഥാനക്കാരനും രണ്ടാം സ്ഥാനക്കാരനുമായ ആദ്യ ഖലീഫമാരുടെ ഭാഗത്ത് നിന്ന് വന്നുപോയ വീഴ്ചയെ അവിടെ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുകയും അവരുടെ പാപമോചനത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും ചെയ്തത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഖുതുബയിൽ സൂചിപ്പിക്കുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു തആല അൻഹ സഫിയ റളിയല്ലാഹു തആല അൻഹയ്ക്കെതിരെ നടത്തിയ പരാമർശം, കുറിയവൾ, ഷോർട്ട് എന്ന നിലക്കുള്ള പരാമർശം നടത്തിയപ്പോൾ പ്രവാചകന്റെ മറുപടി, ലഖദ് ഖുൽതി കലിമതൻ ലൗ മുജിസ്തു ബിമാഇൽ ബഹർ ലമസസ്തുഹു, നീ പറഞ്ഞ വാക്ക് അത് കടലിൽ കൊണ്ടുപോയിട്ടാൽ ആ കടല് മുഴുവൻ കലങ്ങാൻ മാത്രം ഗൗരവമുള്ളതാണ്. കുറിയവൾ എന്ന് വിളിക്കുക, ഒരു ഉറക്കക്കാർ, മറ്റുള്ളവന്റെ അഭിമാനത്തിന് പോരായ്മ, അവന്റെ മുഖഭാവത്തിന് ഒരു കോട്ടം വരും. നിങ്ങൾ കേൾക്കുമ്പോ ഒരു ചളിപ്പ്, ഒരു മങ്ങല്, ഇന്നയാണല്ലോ അത് പറഞ്ഞത് കേൾക്കുമ്പോ. അത്തരത്തിലുള്ള പ്രയോഗ രീതികൾ നമ്മുടെ സംസാരങ്ങളിൽ ഉണ്ടാകാതിരിക്കുവാനുള്ള ഗൗരവകരമായ ഒരു ശ്രദ്ധ ഉണ്ടാവണം എന്നുള്ള വലിയ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. ഈ വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാരെ എടുത്തു പറയുന്ന ഒരു ചരിത്രമുണ്ട്. അറാബികളുടെയൊക്കെ കഥകളൊക്കെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ കാണാം ഒരു ചരിത്രം. ഒരു വ്യക്തി ഒരു അടിമയെ വാങ്ങാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലേക്ക് പോയി. വിൽക്കാൻ വെച്ചവൻ ആ അടിമയുടെ
ഒന്നിനൊരു പ്രശ്നമില്ല. പക്ഷെ ഒറ്റ പ്രശ്നമുണ്ട്, മൂപ്പരെ കയ്യിൽ ഗീബത്തിന്റെ ഒരു പണിയുണ്ട്. അത് കുഴപ്പമില്ല, അത് ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് ഇയാള് പൈസയും കൊടുത്തിട്ട് അടിമയെ വാങ്ങി പോവാം. വീട്ടിൽ കൊണ്ടുപോയി സേവനങ്ങളുമായി മുന്നോട്ട് പോയി. ഒരിക്കൽ ഈ യജമാനന്റെ ഭാര്യയോട് ഈ അടിമ സേവകൻ പറയാണ്, നമ്മുടെ ഭർത്താവ് വേറൊരു സ്ത്രീനെ കല്യാണം കഴിക്കാൻ ചില പ്ലാൻ ഉണ്ട്, അതുകൊണ്ട് അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റാൻ അദ്ദേഹം ഉറങ്ങിക്കിടക്കുമ്പോ താടിന്ന് ഒരല്പഭാഗം വെട്ടിയെടുത്താൽ മതി, അപ്പൊ ഈ ചിന്തയിൽ നിന്ന് അദ്ദേഹത്തിന് മാറ്റം ഉണ്ടാവുന്നു. ഭർത്താവിനോട് പറഞ്ഞ്, നിങ്ങളുടെ ഭാര്യക്ക് നിങ്ങളോട് എന്തോ ഒരു വെറുപ്പുണ്ട്, നിങ്ങളെ ഒഴിവാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്, അവളെ നിങ്ങളെ കൊല്ലാനാണ് തീരുമാനം, രാത്രി ഉറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളുണ്ട്. അദ്ദേഹം കണ്ണടച്ച് കിടന്ന് ഉറങ്ങിയതുപോലെ നടിച്ചിങ്ങനെ കിടന്ന് രാത്രി ഭർത്താവ് ഉറങ്ങിയെന്ന് ധരിച്ചിട്ട് കത്തിയെടുത്ത് വരിക താടി മുറിക്കാൻ വേണ്ടിയിട്ട് കഴുത്തിന്റെ അടുത്ത്. തന്നെ കൊല്ലാനാണ് വരുന്നതെന്ന് വിചാരിച്ച് ഇദ്ദേഹം ആയുധം വാങ്ങി ആ സ്ത്രീയെ കൊല്ലുന്നു. അവളുടെ വീട്ടുകാർ, കുടുംബക്കാർ, അഹിലുകാര് പിശാസിന്റെ ഭാഗമായി ഇദ്ദേഹത്തെയും കൊല്ലുന്നു. അങ്ങാടി പോയിട്ട് ഇവന് ഗീബത്തിന്റെ സ്വഭാവം ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും കായ് എടുത്തിട്ട് വാങ്ങിക്കൊണ്ടുവന്ന രണ്ടാളുകളുടെ മരണത്തിന് ചരിത്ര സംഭവമാണ്. പണ്ഡിതന്മാർ പല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. ഗീബത്ത് ചർച്ച ചെയ്യുന്നിടത്തും അടിമക്കച്ചവടം ചർച്ച ചെയ്യുന്നിടത്തും അറാബികളുടെ ചരിത്രം പറയുന്നിടത്തും ഒക്കെ പരാമർശിക്കപ്പെടുന്ന ഒരു മശഹൂറായ ഒരു ചരിത്രമാണ്. നമ്മള് ഭാര്യ നമ്മോട് അയൽവക്കത്തെ സ്ത്രീകളെ കുറിച്ച് മോശമായി, ആരെക്കുറിച്ചെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും കുറിച്ച് മോശമായി പറയുന്ന ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കേൾവിക്കാരനായി, ആസ്വാദകനായി നമ്മൾ മാറരുത്. ഭർത്താക്കന്മാര് ഭാര്യമാരോട് അത്തരത്തിലുള്ള സംസാര രീതികൾ ഉണ്ടെങ്കിൽ തടയാൻ ആദ്യഘട്ടങ്ങളിൽ ഉപദേശങ്ങൾ കൊണ്ട്, ശക്തമായ ഉപദേശങ്ങൾ കൊണ്ട്, നടപടിക്രമങ്ങൾ കൊണ്ട് ഇത് ദുരന്തം ഉണ്ടാക്കും. ഇത് കുടുംബത്തിനകത്ത് ദുരന്തമുണ്ടാക്കും, ഇത് സമൂഹത്തിനകത്ത് ദുരന്തം ഉണ്ടാക്കും, ഒരു വ്യക്തിയെ നശിപ്പിച്ചു കളയും. ഈ അന്യന്റെ പോരായ്മ പേറി അഭിമാനക്ഷതങ്ങളും പേറിക്കൊണ്ട് നടക്കുന്നൊരവസ്ഥ അത് ദുനിയാവിലും നിൽക്കൂല, അത് ആഖിറത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് സ്വഹീഹ് മുസ്ലിം ഒരുപാട് തവണ നമ്മൾ പല ഖുതുബകളിൽ കേട്ട സംസാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഖാല അതദ്റൂന മൽ മുഫ്ലിസ്, നിങ്ങൾക്ക് അറിയോ ആരാ മുഫ്ലിസ് എന്ന്? പാപ്പർ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. പാപ്പർ സൂട്ട് എന്ന് കോടതി സാമ്പത്തികമായി പൊളിഞ്ഞായിട്ട് പാപ്പർ സൂട്ടായിട്ട് പ്രഖ്യാപിക്കും. അവന്റെ അടുത്ത് ഒന്നുമില്ലാന്ന്, അവൻ കാലിയാണ്. ആരാണ് പാപ്പർ എന്ന് നിങ്ങൾക്കറിയാമോ? ഖാലു അൽ മുഫ്ലിസ് ഫീനാ മൻ ലാ ദിർഹമ വലാ ലഹു വലാ മതാ, ഞങ്ങളിൽ നിന്ന് ഒരു ദീനാറ്, ഒരു വിഭവവും കൈവശമില്ലാത്തവനെയാണ് ഞങ്ങൾ മുഫ്ലിസ്, പാപ്പരി എന്ന് വിളിക്കാറുള്ളത്. ഫഖാല ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്നാൽ എന്റെ ഉമ്മത്തിലെ മുഹമ്മദിയ ശരീഅത്തിലെ പാപ്പർ എന്ന് പറയുന്നവൻ നാളെ അന്ത്യനാളിൽ വിചാരണയ്ക്ക് വേണ്ടി കടന്നു വരും. അവൻ വരുമ്പോൾ അവൻ നമസ്കരിച്ചിട്ടുണ്ട്, അവൻ നോമ്പെടുത്തിട്ടുണ്ട്, അവൻ സകാത്ത് നൽകിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ കൂടെ അവന്റെ കൂടെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. എന്താ? അവൻ ഇന്ന ആളുകളെയൊക്കെ ചീത്ത വിളിച്ചിട്ടുണ്ട്. മറ്റൊരുത്തനെ സംബന്ധിച്ച് ദുഷ്പരാതികൾ അവൻ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരുടെ സമ്പത്തിനെ അവൻ അന്യായമായി തിന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ രക്തത്തെ അവൻ അന്യായമായി ചിന്തിയിട്ടുണ്ട്. അവൻ മറ്റുള്ളവരെ ഇന്ന ആളുകളൊക്കെ ശാരീരികമായി ദ്രോഹങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ പ്രായശ്ചിത്തം? എന്താ പരിഹാരം? എന്താ? ഒരാളെ നിസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും എല്ലാ കർമ്മമായിട്ടും വരിക, പക്ഷെ നാട്ടിലേക്ക് കൊടുക്കേണ്ടതൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ആരെയാണോ ദ്രോഹിച്ചത്, ദ്രോഹിച്ചവർക്ക് മുഴുവൻ ഇവന്റെ സൽക്കർമ്മങ്ങൾ പകരമായി നൽകുമെന്ന. ഒരുത്തനെ ചീത്ത വിളിച്ച് ഗീബത്ത് നമീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിസ്കാരം എടുത്തിട്ട് ഓൻക്ക്, അടുത്ത ആൾക്ക് ഇവന്റെ അടുത്ത നമസ്കാരം, അങ്ങനെ നാട്ടുകാർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് അടിച്ചോരെയും ദ്രോഹിച്ചോരെയും ചീത്ത വിളിച്ചോനെയും തെറി വിളിച്ചോനെയും എല്ലാവർക്കും കൊടുത്ത നിസ്കാരവും നോമ്പും സക്കാത്തൊക്കെ പോയി, പിന്നെ ഒന്നുമില്ല, കാലിയ. അവന്റെ മീസാൻ കാലിയ. അവനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ പാപ്പർ എന്ന് പറയുന്നത്. എന്തായിരിക്കും അവസ്ഥ? പള്ളിക്ക് എങ്ങനെ കൂടുക, ജുമഅക്ക് കൂടുക, നിസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി പീടിയെ പോയിരുന്നാല്, പള്ളിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിയാല്, പെരന്റെ ഉള്ളിൽ ബെഡ്റൂമിലേക്ക് എത്തിയാല് പണി മൊത്തം നാട്ടുകാരെ തിന്നുന്ന വല്ല ഇറച്ചി തിന്നുന്ന സ്വഭാവം. അന്ത്യനാളിൽ പാപ്പരായി തീരുമെന്ന ഒരു തിരിച്ചറിവ്
നമ്മുടെ നാവുകൾ അത് ചലിപ്പിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിവുണ്ടാവണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചില ആളുകളുടെ പരലോകത്ത് വരുമ്പോ എന്താണ് അവരുടെ അവസ്ഥ? അൻ അബീ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു തആല അൻഹു അന്നഹു ഖാൽ ഇന്നൽ അബ്ദ ലയുഅതാ കിതാബഹു യൗമൽ ഖിയാമ ഫയറാ ഫീ ഹസനാതിൻ ലം യകുൻ അമിലഹാ. ഒരാൾ ഖിയാമത്ത് നാളിൽ അവന്റെ ഗ്രന്ഥം കയ്യിൽ കിട്ടുമ്പോ അവൻ ഒരിക്കലും ചെയ്യാത്ത കുറെ അമല് ആ റെക്കോർഡിന്റെ ഉള്ളിൽ കാണുന്നു. ഫയഖൂൽ യാ റബ്ബ്, അവൻ ചോദിക്കും, അല്ലാ റബ്ബേ, മിൻ ഐന ലീ ഹാദാ, ഇതൊക്കെ കൂടി എവിടുന്ന് വന്നതാണ്? ആ സമയത്ത് ഫയഖൂൽ, അവനോട് പറയപ്പെടും, ഹാദാ ബിമാ ഇഅതാബക അന്നാസ് വഅൻത ലാ തശ്ഉർ, നീ ഒന്നും അറിയാതെ നിന്നെ കുറിച്ച് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇത്. നമ്മെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞതിനൊക്കെ പറഞ്ഞവന്റെ അക്കൗണ്ട് എന്നുള്ള ഹസനാത്ത് നമ്മുടെ രേഖയിലേക്ക് വരുന്ന ഒരവസ്ഥ. നമ്മ ആരൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞുണ്ടോ പറഞ്ഞവന്റെ അക്കൗണ്ടിലേക്ക് നമ്മുടെ സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഖിയാമത്ത് നാളിൽ വരാനിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് യാത്ര പോയ സമയത്ത് പ്രവാചകന് സ്വർഗവും നരകവും കാണിക്കപ്പെട്ടു. നരകത്തിലെ വ്യത്യസ്തങ്ങളായ ശിക്ഷാ രീതികൾ കാണിക്കപ്പെട്ടു. അതിൽ ഒരു വിഭാഗം ആളുകൾ ചെമ്പിന്റേതായ നഖങ്ങൾ കൊണ്ട് അവരുടെ മുഖങ്ങളും അവരുടെ മാറും അവരുടെ നെഞ്ചിടങ്ങളും പിളർത്തുന്ന ആളുകളെ കണ്ടു. ജിബ്രീലിനോട് ചോദിച്ചു, ആരാണിവർ എന്ന് ചോദിച്ച സമയത്ത് അവര് ഗൈബത്തുമായി നടന്നിരുന്ന, ജനങ്ങളുടെ മാംസവും തിന്ന് നടന്നിരുന്ന ആളുകളായിരുന്നു എന്ന് റസൂലുള്ളാഹിയോട് അന്ന് അറിയിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അബൂദാവൂദ് രേഖപ്പെടുത്തുന്ന ഹദീസ് നമുക്ക് റസൂലുള്ളാഹി നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അബൂദാവൂദ് രേഖപ്പെടുത്തുന്ന ഇമാം അൽബാനി റഹിമഹുല്ലാഹ് സ്വഹീഹ് എന്ന് വിശേഷിപ്പിച്ച ഇന്ന റജുല യതകല്ലമു ബിൽ കലിമതി ലാ യുൽഖി ലഹാ ബാലൻ യഹ്വി ബിഹാ ഫീ നാരി ജഹന്നം. ഒരു മുസ്ലിമായ ഒരു മനുഷ്യന്റെ മാംസം തിന്നുകയാണെങ്കിൽ തീർച്ചയായും അവനെ നരകത്തിൽ വെച്ച് അതേപോലെയുള്ള പ്രവർത്തനം അവനെ കൊണ്ട് ആവർത്തിച്ച് ചെയ്യിപ്പിക്കപ്പെടും എന്നുള്ളതാണ്. ആഖിറത്തിലേക്കൊന്നും എത്തണ്ട ശിക്ഷക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് കാണാം. റസൂലുള്ളാഹി ഒരു സംഘത്തിന്റെ കൂടെ യാത്ര പോവാം. ആ സമയത്ത് രണ്ട് ഖബറുകളെ ചൂണ്ടിക്കൊണ്ട് രണ്ട് ഖബറുകളുടെ സമീപത്തൂടി നടക്കുമ്പോൾ ഈ രണ്ട് ഖബറിനെ ചൂണ്ടി റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നഹുമാ യുഅദിബാൻ, ആ രണ്ട് ഖബറിലുള്ള ആളുകൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വമാ യുഅദിബാനി ഫീ കബീർ, വലിയ ഒരു ഗൗരവമുള്ള ഒരു വിഷയത്തിലൊന്നുമല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്, മറിച്ച് എന്താ വിഷയം? അമ്മ അഹദുഹുമാ ഫകാന യംശി ബിന്നമീമ, ഒരുത്തന്റെ പണി ഏഷണി കൊണ്ട് നടക്കുക. നരകത്തിലേക്ക് എത്തിയിട്ടുള്ള ശിക്ഷയും വിചാരണ സമയത്തുള്ള കർമ്മം പോകുന്നതിന്റെ മുൻപ് അന്ത്യനാളിന്റെ ആദ്യഘട്ടമായ ബർസഖി ജീവിതത്തിൽ വെച്ചു തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന്റെ ആളുകൾക്ക് ശിക്ഷ നൽകപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നാവിനെ നിയന്ത്രിച്ച് സൂക്ഷിച്ച് ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ ശ്രദ്ധിക്കുക, സൂക്ഷ്മത പാലിക്കുക. അള്ളാഹു ഒരു സ്വാലിഹിന്റെ നല്ല യഥാർത്ഥ മുത്തഖിയുടെ ജീവിതം നയിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് യാ അയ്യുഹന്നാസ് ഊസീകും വയ്യായ താനിയൻ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിക പണ്ഡിത ലോകം ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് വളരെയധികം ചർച്ച ചെയ്യുകയും ചിന്തോദ്ദീപകമായ നിരവധി പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. ഒറ്റ ഒന്ന് മാത്രം കേൾപ്പിക്കട്ടെ. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതനായിരുന്ന ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, സ്വാലിഹീങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് എത്രയാണ് ഗൈബത്ത് നശിപ്പിച്ചത്. ഇബ്നുൽ ജൗസിയുടെ വാചകമാണ്. സ്വാലിഹ നിസ്കാരത്തിനൊരു കുറവുമില്ല, നോമ്പിനൊരു കുറവുമില്ല, സദഖാത്തുകൾക്കൊരു കുറവുമില്ല, ദിക്റുകൾക്ക് ദുആകൾക്ക് ഒന്നിനൊരു കുറവുമില്ല. പക്ഷേ ഈ പണി അതിന്റെ ഒപ്പെടുക്കുക. അവരുടെ സ്വാലിഹുകളുടെ എത്ര അമാലികളെയാണ് ഗൈബത്ത് നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത്. വകം
അഹ്ബതത് മിൻ ഉജൂരിൽ ആമിലീൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകളുടെ എത്ര കർമ്മങ്ങളാണ് നിഷ്ഫലമായി പോയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുഫ്ലിസായി തീരുക, കർമ്മൊക്കെ ചെയ്തിട്ടുണ്ട്, ചെയ്തു കൂട്ടിയിട്ടാ വന്നത്, അത് നിഷ്ഫലമായി പോയതിന്റെ അളവ് എന്തുമാത്രമാണ്, എത്രമാത്രമാണ്. വകം ജബലത് മിൻ സുഖ്തി റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെ റബ്ബായ അല്ലാഹുവിന്റെ കോപം എത്ര ആളുകളാണ് ഈ ഗൈബത്ത് മുഖേന വിളിച്ചു വരുത്തിയിട്ടുള്ളത്, അവർക്ക് ഗൈബത്ത് നേടിക്കൊടുത്തിട്ടുള്ളത് അല്ലാഹുവിന്റെ കോപമല്ലാതെ അതിന്റെ അളവ് എത്ര മാത്രമാണ്. വൽ ഗൈബത്തു ഫാകിഹത്തുൽ അർസലീൻ, നീചന്മാരുടെ ഫാക്കിഹത്ത്, അറബിയിൽ ഫാക്കിഹത്ത് എന്ന് പറഞ്ഞാൽ പഴം എന്നാണ് സാധാരണ അർത്ഥം പറയാറുള്ളത്. എൻജോയ്മെന്റിന് വേണ്ടി കഴിക്കുന്ന ഭക്ഷണത്തിനാണ് ഫാക്കിഹത്ത്. ആരും വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് പഴം കഴിക്കലില്ല. ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ വയറ് ഫിറ്റായ പിന്നെ അതിന്റെ മുകളിൽ തിന്നുന്ന സാധനമാണ് പഴവർഗ്ഗം. നീചന്മാരുടെ ആസ്വാദ്യ ഭക്ഷണമാണ് ഗൈബത്തെന്ന് തിരിച്ചിങ്ങോട്ട് വായിക്കുക. ഒരു ഗൈബത്തിനെ ആസ്വാദ്യമായി കൊണ്ടു നടക്കുന്നവൻ നീചനാകുന്നു. ആചാരത്തിന് അങ്ങോട്ട് അർത്ഥം വന്നാലും ഇങ്ങോട്ട് അർത്ഥം വന്നാലും ശരി. വീണ്ടും അദ്ദേഹം തുടരുന്നു, വസിലാഹുൽ ആജിസീൻ, ദുർബലരുടെ ആയുധമാണ്. ദുർബലരായ സാധുക്കളായ മനുഷ്യന്മാര് അവരിങ്ങനെ സൈലന്റ് ആയിട്ട് ഒരു ഭാഗത്ത് പോയി, അവർക്ക് നല്ലൊരു വെപ്പണാണ്, നല്ലൊരു ആയുധമാണ് ഈ ഗൈബത്ത് എന്ന് പറയുന്നത്. അവര് കാര്യത്തിൽ ആവശ്യമില്ലാണ്ട് ഇതിൽ ഇടപെടാനൊന്നും പോകുന്നു. അതൊരു മാംസ കഷ്ണമാണ്. എത്രയോ മുത്തഖീങ്ങൾ അവരുടെ വായ കൊണ്ട് ഈ മാംസകഷ്ണം ചവച്ചരച്ചിട്ടുണ്ട്. എത്രയോ അക്രമീങ്ങൾ, മാന്യന്മാരായ ആദരണീയരായ വ്യക്തിത്വങ്ങളുടെ ചെവികൾ, കാതുകൾ അത് ഇതിനെ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഗൈബത്തിനെ എന്ന് കുറെ കേട്ടിട്ടുണ്ട്, കുറെ പറഞ്ഞിട്ടുണ്ട്. ആള് മുത്തഖിയാണ്. ഇതിന്റെയൊക്കെ അനന്തര ഫലമാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഈ ഒരവസ്ഥ ഉണ്ടാകുവാൻ പാടുള്ളതല്ല, നമുക്ക് സംഭവിച്ചു പോകരുത്, നമ്മൾ രക്ഷപ്പെടേണ്ടതുണ്ട്. എന്താണ് ആ രക്ഷയുടെ മാർഗം? ഇമാം തിർമിദി രേഖപ്പെടുത്തുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നു, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഖാല ഖുൽതു യാ റസൂലല്ലാഹ്, റസൂലിനോട് ഞാൻ ചോദിച്ചു, മൻ നജാത്ത്, രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? രക്ഷപ്പെടണം, ഖിയാമത്ത് നാളിൽ രക്ഷപ്പെടണം, അതിനുള്ള വഴി എന്താണ്? റസൂലുള്ളാഹി പറഞ്ഞു, അംസിക് അലൈക ലിസാനക, നിന്റെ നാവിനെ നീ പിടിച്ചുവെച്ചോ. ഞാൻ എൻ്റെ സഹോദരങ്ങളോട്, ഞാൻ ഉൾപ്പെടെ എല്ലാവരോടും വസിയ്യത്ത് ചെയ്യും, സംസാരത്തിന്റെ ഹുക്മ് മനസ്സിലാക്കി വെക്കുക. ഭക്ഷണത്തിനൊരു ഹുക്മുണ്ട് ഇസ്ലാമില്, എന്തും തിന്നാം, തിന്നരുത് എന്ന് പറഞ്ഞത് മാത്രം എന്ത് ചെയ്യാൻ പാടില്ല, തിന്നാൻ പാടില്ല. എന്തും എടുക്കരുത് എന്ന് പറഞ്ഞ ചില സാധനങ്ങളുണ്ട്. ശരീരത്തിന്റെ ഘടന പുറത്തേക്ക് വന്ന ടൈറ്റ് ഫിറ്റ്, വളരെ ലൈറ്റ് ആയിട്ട് നോർമലായി ശരീരത്തിന്റെ കളറൊക്കെ പുറത്തേക്ക് കാണുന്ന സാധനം, ഏത് തരം പാന്റോ കുപ്പായോ പിന്നെ ചുരിദാറോ പിന്നെ ചുബോ പിന്നെ സൗബോ നീളം കുപ്പായോ ജീൻസോ എന്തും ഇടാം, ടീഷർട്ടോ ഒക്കെ എന്തും ധരിക്കും. അത് ഇടരുത് ഇത് ഇടരുത് എന്നൊക്കെ ചില ആൾക്കാർ പറയും, വിവരമില്ലാത്തെന്ന് പറയും. പക്ഷെ ഇന്നത് ധരിക്കരുത്, ഷർത്തുണ്ട് ഇസ്ലാമിൽ, അത് പാലിക്കണം, അത്രേ ഉള്ളൂ. സംസാരത്തിന്റെ ഹുക്കം എന്താ? എന്തും പറയാ, ഇന്ന കാര്യങ്ങൾ മാത്രം പറയരുത് എന്നാണോ? അല്ല, ഒന്നും ഉണ്ടാൻ പാടില്ല എന്നാ ഇസ്ലാമിലെ ഹുക്കം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഫൽയഖുൽ ഖൈറാ, നല്ലത് മാത്രം പറയാം. ഔ അല്ലെങ്കിൽ യസ്മുത്, മിണ്ടാതിരിക്കണം. മൗനമാണ് ഹുക്മ്. ഇസ്ലാമിൽ സംസാരത്തിന്റെ ഹുക്മ് മൗനമാകുന്നു. എന്തെങ്കിലും പറയണ്ടോ, നല്ലത് പറയാ, അത് കഴിഞ്ഞാൽ വായ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ നരകം വിളിച്ചു വരുത്തും. കർമ്മങ്ങളെ പാഴാക്കി കളയുന്ന ഒരു അവസ്ഥ നമ്മുടെ നാവ് നമുക്ക് ഉണ്ടാക്കി തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് കൂടി കേൾക്കുക. അബീ സഈദ് വ ജാബിർ ഖാലാ, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു, രണ്ട് സഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അൽ ഗീബത്തു അശദ്ദു മിനസ് സിനായ, ഈ ഗീബത്ത് പറയലേ അത് വ്യഭിചാരത്തെക്കാൾ കഠിനമാണ്. റസൂലുള്ളാഹി പറഞ്ഞത്. ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫൽ ഗീബത്തു അശദ്ദു മിനൽ ഗിന, ഈ ഗീബത്ത് പറച്ചിൽ എങ്ങനെയാണ് പിന്നെ വ്യഭിചാരത്തെക്കാൾ കടുത്ത പാപമായി മാറുക? ഇന്ന റജുല ലയസ്നി ഫയതൂബ്, റസൂലുള്ളാഹി പറഞ്ഞ മറുപടി അതാ, ഒരാൾ വ്യഭിചരിച്ചാൽ അവൻ തൗബ ചെയ്യുന്നു. എന്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ ജീവിതത്തിൽ ചിലപ്പം മദ്യപിച്ചവരൊക്കെ ഉണ്ടാവും, സംഭവിക്കാതിരിക്കണം.
തിരിച്ചറിവുണ്ടായിട്ടുണ്ടാവും. പക്ഷേ പടച്ചോനെ പറ്റിപ്പോയിട്ടുണ്ട്, ഇനി ഞാൻ മടങ്ങൂല എന്ന് തൗബ ചെയ്ത ആളുകൾ. വ്യഭിചാരൊക്കെ ചിലപ്പോൾ സംഭവിച്ചു പോയിട്ടുണ്ട്. വ്യഭിചാരം, മദ്യപാനം, പലിശ, കൊലപാതകം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ച ആളുകൾ ഇഖ്ലാസോടുകൂടി തൗബ ചെയ്യും. ജീവിതത്തിൽ എന്നെങ്കിലും ആരെങ്കിലും ഞാൻ ഇന്ന ആളുടെ കുറ്റം മറ്റാളോട് പറഞ്ഞിട്ടുണ്ട്, രഹസ്യം പറഞ്ഞിട്ടുണ്ട്, പടച്ചോനെ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞ ആരെങ്കിലും തൗബ നടക്കാത്തൊരു മേഖലയാണ്. തൗബ നടക്കാത്ത മേഖല ആകുമ്പോൾ അത് അവിടെ എങ്ങനെ കിടക്കും? ആ പറഞ്ഞത് പൊറുക്കപ്പെടൽ നടന്നിട്ടില്ല, ആ പറഞ്ഞത് മുഖേന അവന്റെ കർമ്മം പോയിട്ടുണ്ട്, അത് അവന് അന്ത്യനാളിൽ ഏറ്റവും വലിയ പാപ്പരായി മാറാനുള്ള കാരണമായി തീർന്നു. എന്നാൽ മറ്റു തിന്മകൾ വലിയ പാതകങ്ങളായി നമ്മൾ ഈ തിന്മയുടെ ഗൗരവം മനസ്സിലാക്കാത്തതുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിച്ചിട്ട് അതിനൊരു സൈഡ് കണ്ട് തള്ളിവിട്ടതാ. അത് നമ്മുടെ ജീവിതത്തിന്റെ കൂടെ ഇങ്ങനെ മുന്നോട്ട് പോവാം. അതുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ വസിയത്ത് ചെയ്യുന്നു, രണ്ടാൾ കൂടി നിൽക്കെ മൂന്നാമനെ കുറിച്ചുള്ള നല്ലതല്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കാനുള്ള സൂക്ഷ്മതയും ശ്രദ്ധയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഈ സംസാരിക്കുന്ന രണ്ടാളുകളോടും വസിയത്ത് ചെയ്യുന്നു. പറയുന്നത് കേൾക്കുന്നവൻ പറയാ, വേണ്ട നിർത്ത്. ഭാര്യ ഭർത്താവിനോട് പറയുമ്പോൾ, ഭർത്താവ് ഭാര്യയോട് പറയുമ്പോൾ, ജ്യേഷ്ഠ അനുജനോട് പറയുമ്പോൾ, സുഹൃത്തുക്കൾ തമ്മിൽ പറയുമ്പോൾ, ഈ സംസാരം അത് കേൾക്കുന്നത് മുഖേന എനിക്കും പറയുന്നത് മുഖേന നിനക്കും ദുനിയാവിലും ആഖിറത്തിലും നഷ്ടമായിരിക്കും. ഈ വിഷയം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പരസ്പരം തവാസൗ ബിൽ ഹഖ് എന്ന് പറഞ്ഞില്ലേ സൂറത്തുൽ അസ്റിൽ, പരസ്പരം ഹക്ക് കൊണ്ട്, യാഥാർത്ഥ്യങ്ങൾ കൊണ്ട്. അവിടെ ഹക്ക് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് താഴെ പടിയിൽ ഈമാനിന്റെ ഭാഗമായി, ബ്രാഞ്ചുകളായി പഠിപ്പിക്കപ്പെട്ടുള്ള എല്ലാം ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടും. ദീനിന്റെ നിയമങ്ങൾ കൊണ്ടുള്ള ഉപദേശം, ഈ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയാൽ അത് ഒരു പാപ്പരാവുന്ന ഒരവസ്ഥയിലേക്കാണ് തീരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നാവിന്റെ വീഴ്ച മുഖേന സംഭവിക്കുന്ന എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവും. നാവിനെ അതിസൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവും. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ادخلنا الجنة يا رب العالمين. ربنا اصرف عنا سيئاتنا، ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وسلم والحمد لله رب العالمين.